ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ഒരു പഫ് പേസ്ട്രിയുടെ റെസിപ്പിയാണ്. അതായത് വെറുതെ ഉള്ളൊരു പഫ് പേസ്ട്രി അല്ല, തന്തൂരി പഫ് പേസ്ട്രി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫില്ലിങ്ങിനൊക്കെ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് നോക്കാം. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു പാനിലേക്ക്. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. സവാള ചെറുതായിട്ട് വെന്ത് വരുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഒന്ന് വെള്ള കളറിൽ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതൊരു 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ തന്തൂരി മസാല, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പിന്നെ ചില്ലി സോസ്, അതായത് ഹോട്ട് ചില്ലി സോസ് 1 ടീസ്പൂൺ, പിന്നെ സോയാ സോസ് 1 ടീസ്പൂൺ, പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ് റെഡിയായിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ മെയിനായിട്ട് വേണ്ടത് പഫ് പേസ്ട്രിയുടെ ഷീറ്റാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷീറ്റിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് മുകളിലാണ് പേസ്ട്രിയുടെ ഷീറ്റ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു പഫ് പേസ്ട്രിയുടെ ഷീറ്റും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫില്ലിങ് വെക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ 2 ഷീറ്റാണല്ലോ വെച്ച് കൊടുക്കുന്നത്, താഴെ മുകളിൽ. അപ്പം കുറച്ച് കൂടുതൽ ഫില്ലിങ് വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒന്ന് വിരൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു ഡിസൈനായി. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇങ്ങനെ വരഞ്ഞു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എഗ്ഗ് വാഷ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ എഗ്ഗ് വാഷ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു വൈറ്റ് സീസേമില്ലേ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്കും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് വൈറ്റ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 തൊട്ട് 25 മിനിറ്റ് വരെ ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ തന്തൂരി പഫ് പേസ്ട്രി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമ്മളിത് പൊടിച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു സൗണ്ട് കണ്ടില്ലേ. എനിക്കിത് ഭയങ്കര പെട്ടെന്ന് സ്പീഡിന് പൊടിക്കാൻ പറ്റില്ല, കാരണം നല്ല ചൂടാണ്, പിടിക്കാൻ പോലും പറ്റില്ല. അതാണ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. എപ്പോഴും ഒരേ രീതിയിലല്ലേ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മാസലാമ.